ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? ഞാൻ അതവിടെ പറമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് കാന്താരി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാന്താരിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടാലോ? അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ കിടന്ന് തിളച്ച് മറിയുകയാണ്. അപ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ എന്താ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ചോറ് വയ്ക്കുമ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് തന്നെ വെള്ളം നിറച്ചിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ ചോറ് നമ്മൾ വാർക്കുന്ന ഒരു ടൈമിൽ പിന്നീട് ഒട്ടും പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുവേ. അപ്പൊ എന്തായാലും നമ്മുടെ ചോറ് വെന്തിട്ടില്ല കേട്ടോ, കാരണം ചോറ് പാതി വേവായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും കുറച്ച് ടൈം കൂടി എടുക്കും ചോറ് വേവാൻ വേണ്ടിയിട്ട്. ഒന്നാമത് മട്ടരിയാണോ, മട്ടരി വേവാൻ നല്ല ടൈം എടുക്കും. നല്ല വേവുള്ള ഒരു അരി കൂടിയാണ്. ബാബുക്കുട്ടി അമ്മയുടെ പൊന്ന് അതിന്റെ സ്വത്ത് ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുവാണേ. അപ്പൊ നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞോട്ടോ രാവിലെ. അപ്പൊ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും സാമ്പാറും ആയിരുന്നു. അപ്പൊ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തോരൻ വെച്ചിട്ടുണ്ട്. തോരൻ നമുക്കിത് കോവയ്ക്കാ തോരനാണ്. അപ്പൊ കോവയ്ക്കാ തോരൻ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയൊരു ഇതും കൂടി ഉള്ളൂ. അപ്പത്തേനും നന്നായിട്ട് തന്നെ ആവും. നമ്മുടെ ശുന്തിരി വാവ എവിടെ? ശുന്തിരി വാവ നീയാണോ? എല്ലാവർക്കും ടാറ്റ കൊടുക്കുവാണോ? എവിടെ പോവാ നമ്മുടെ കുഞ്ഞെ? ഇവിടെ പോവാ ടാറ്റ കൊടുത്തിട്ട്? ടാറ്റ അവിടെ പോവാണോ? ശുന്തിരിക്ക് ഉമ്മ. അപ്പൊ തന്നെ ആവണിക്കുട്ടി ഇവിടെ കൂടെ കളിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ മടിയിലേക്ക് ചാടി കയറിയിട്ടുണ്ട്. ഒരു ഹായ് കൊടുത്തേ വാക്കുട്ടി, ഒരു ഹായ്. ഹായ് മിടിക്ക് കുട്ടികളെ ഉമ്മ, നമ്മുടെ ഷെഡിന് ഉമ്മ. അപ്പൊ രാവിലെ ദോശ കൊടുത്തിട്ട് ഒന്നും ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവൾക്ക് തവി, അതേപോലെ തന്നെ കുറച്ച് വെള്ളം, ഇതൊക്കെയാണ് അവൾക്ക് വേണ്ടത്. പ്ലേറ്റുകൾ, പാത്രങ്ങളൊക്കെയാണ് അവൾക്ക് കൂടുതലൊരു ഇൻട്രസ്റ്റ്. അപ്പൊ എന്തായാലും ഞാൻ തവിയൊക്കെ കൊടുത്തിട്ടാണ് കൂടുതൽ അതിന്റെ പണിയും കാര്യങ്ങളൊക്കെ നോക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞ് ഇതേപോലെ ചെറുതായിരുന്നു വരല്ലോ. ടാറ്റ. അപ്പൊ ടാറ്റ വന്നിരിക്കുകയാണ് ആൾക്ക്. ടാറ്റ. അമ്മയ്ക്കൊരു ഉമ്മ വരുമോ? മിടിക്ക് ഉമ്മ. അതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ കോവയ്ക്കാത്തവരനൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒട്ടും വളർത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോവയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല കോവയ്ക്ക് കൊടുന്നതിന് ഞാൻ തോരനായിട്ടും വെക്കാറുണ്ട്, അതേപോലെ തന്നെ മെഴുക്ക് വരട്ടിയും വെക്കാറുണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ തോരനാണ് വെച്ചത്. ഇനി എന്തായാലും നമുക്ക് അടച്ചു വെക്കാം. അപ്പൊ തോരൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പരിപാടി നമുക്ക് കറി വെക്കാനാണ്. അപ്പൊ ആ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് കിട്ടിയിട്ടുള്ളത് അയല മീനാണ്. അപ്പൊ മീനൊക്കെ ഞാൻ വെട്ടി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കറി വെക്കാനുള്ളത് കുറച്ച് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്കിനി ആ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാം. ആദ്യം നമുക്ക് മീനൊന്ന് വറക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് കോൺഫ്ലവർ, ഇതൊക്കെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ കുറച്ച് ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി എടുത്തിട്ടുണ്ടേ. ഇനി കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മസാലയൊന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ മസാലയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ പല ടൈപ്പിൽ ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് മീൻ വറക്കാറുണ്ട്. എന്നും ഒരേപോലെ ആകുമ്പോൾ നമുക്കാണെങ്കിലും മടുക്കില്ലേ. അപ്പം എന്തായാലും പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ഈ ഒരു മസാലയിൽ മീൻ വറക്കാം അല്ലേ. അപ്പം മസാലയൊക്കെ നന്നായിട്ട് തന്നെ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിന്ന് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ മീനിൽ നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെച്ചിരിക്കുമായിരുന്നല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇപ്പോൾ വെച്ചിട്ട് അരമണിക്കൂറിൻ്റെ മേളിലായിട്ടുണ്ട്. വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആവണിക്കുട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ട് ഞാൻ അവളെ കൊണ്ട് കിടത്തി ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആവണിക്കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ. അപ്പോൾ എന്തായാലും ആവണിക്കുട്ടി ഉറങ്ങുകയാണെങ്കിൽ എന്തായാലും പാൽ കുടിച്ച് ഉറങ്ങാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല ഇപ്പോൾ ചെറിയൊരു അനക്കം കേട്ടാൽ തന്നെ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ പുറകെ വരും. അപ്പോൾ ഒരു വിധത്തിലൊന്ന് ഉറക്കി അവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് അവിടെ നിന്ന് എണീച്ച് വന്നിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ടാണ് വീഡിയോ എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് കേട്ട് അവൾ പെട്ടെന്ന് എണീക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അരമണിക്കൂറിന് മേളിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് മീൻ വറക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിലൊക്കെ മസാല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കുറേ ടൈം നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മീൻ വറക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കരണ്ടും പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓയിലാണ് ഇന്ന് വറുത്തെടുക്കുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം.
അപ്പോൾ കരിവേപ്പിലയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഈ ഒരു പൊട്ടലും ചീറ്റലൊക്കെ കേട്ടത്. നമുക്ക് മീനൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരെണ്ണം കൂടി വെക്കാനുണ്ട്. അപ്പോൾ എല്ലാ മീനും നമ്മൾ വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കാനുള്ള ഒരു പരിപാടി നോക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റായിട്ട് നമ്മൾ ചതച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ തക്കാളി ഉണ്ട്, സവോള, പച്ചമുളകും ഒക്കെ നമുക്ക് മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ ചെറിയുള്ളി ഉണ്ട് കുറച്ച്, പിന്നെ ഒരു 3 പച്ചമുളകും ഉണ്ട്. നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറുള്ളി കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് സവോള കൂടി എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ചെറുള്ളി മാത്രം ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് എന്തായി നോക്കട്ടെ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ. അപ്പം മീനിലെല്ലാത്തിനും ഞാൻ കുറച്ച് വര കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരഞ്ഞിട്ടാണ് ഞാൻ മസാലയൊക്കെ തേച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിക്കുമല്ലോ. എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമ്മൾ തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വേവുമല്ലോ. പിന്നെ ആ ഒരു സൈഡ് കൂടി നന്നായിട്ടൊന്ന് മൂക്കട്ടെ. സവോളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ കുറച്ച് തണുപ്പ് കുറവുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ പൊടിയൊക്കെ ഇട്ട് വെക്കുന്നത് ആദ്യം കുപ്പികളിലാക്കിയിട്ടാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ കുപ്പിയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതായപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും. മാത്രമല്ല ഒരു പാത്രം എടുത്താൽ മതി. അപ്പോൾ തന്നെ എല്ലാം ഉണ്ടാകുമല്ലോ. അതിലിപ്പോൾ കുറേ എളുപ്പമായിട്ട് തോന്നില്ല. അപ്പോൾ എന്തായാലും ഇത് തന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ 6 ഇത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 6 പോഷൻ വരുന്നതുകൊണ്ട് നമുക്ക് 6 ടൈപ്പ് പൊടികളൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിലാണ് ഇപ്പോൾ പൊടി ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സംഭവമൊക്കെ നന്നായിട്ട് ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയാണ്. അതേപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. കുറച്ച് മീൻ മസാല കൂടി ഇടാം. പിന്നെയുള്ളതാണ് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതിലെല്ലാം നന്നായിട്ടൊന്ന് ഈ ഒരു എണ്ണയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് തീ കുറച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറിയുടെ ആ ഒരു ചാറ് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തിളവന്ന ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാറുള്ളൂ. എപ്പോഴും നമുക്ക് ആ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു മസാലയൊക്കെ നന്നായിട്ട് തന്നെ, അതായത് നമ്മൾ ഈ മുളകും മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ പൊടികളും നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പാടെ നന്നായിട്ട് മിക്സായി ചെറിയ രീതിയിലൊന്ന് കുറുകുന്ന ഒരു ടൈപ്പ് വരട്ടെ. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുടംപുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടംപുളിയും അതുപോലെ തന്നെ കുടംപുളിയുടെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, കുടംപുളി ഇട്ട് വെച്ച വെള്ളം, അതൊക്കെ ഇട്ടപ്പോഴത്തേനും നമുക്ക് മീൻകറിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചാറും ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്.
കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് മീനിടുവാണ് ഇനി. അപ്പോൾ ഇതാ അങ്ങനെ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ആളിതാ കുളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയത് എണീച്ചിട്ടുണ്ട്. ഉറങ്ങിയുടെ പൊന്നാ നമ്മുടെ ശുണ്ടിരുവാവ ആയിട്ടുണ്ടല്ലോ, നമ്മുടെ ശുണ്ടിരുവാവ. ഇതാരാ ഇത്? പൊന്നുസാണോ? നമ്മുടെ പൊന്നാണത്. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് ഇല്ല. അപ്പം എന്തായാലും മീൻകറിയൊക്കെ അവിടെ ഇരുന്ന് ആവട്ടെ അല്ലേ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് വാർത്തെടുക്കണം. നല്ല രീതിയിൽ കൈ കൂടി ആവി പൊക്കോണ്ടിരിക്കുകയാണേ. എന്തായാലും ഒന്ന് വാർത്തെടുക്കട്ടെ ഇനി. അപ്പോൾ അതാ നമ്മുടെ ആവണിക്കുട്ടിയാണെങ്കിൽ സൈഡിലിരുന്ന് ഭയങ്കര കരയാനും തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, മിഠായൊക്കെ കൊടുത്തിട്ടൊന്ന് അവിടെ ഇരുത്തിയാണ്, പക്ഷെ അവൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ എടുക്കട്ടെ ഇതൊന്ന് വാർത്തിട്ട്. അപ്പോൾ എൻ്റെ അടുക്കളയിൽ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിച്ചുവാരും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഉണ്ടോ നല്ല നടത്താണ് കേട്ടോ. അപ്പോൾ ആൾക്കിപ്പോൾ 2 സൈഡ് ചെരുപ്പ് കിട്ടിയിട്ട് അവൾക്ക് പുറത്തേക്ക് ഇടുന്ന ചെരുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിടുന്ന ചെരുപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഏട്ടൻ കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ആ ചെരുപ്പ് കിട്ടിയതിന് ശേഷം ആൾ ചെരുപ്പ് കാലിൽ നിന്ന് ഊരിയിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. ഫുൾ ടൈം ഇതേപോലെ നടത്താൻ ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ വേണ്ടിയിട്ട്. നടന്നാൽ നേരെ പോകുന്നത് റോഡിലേക്കാണ്. നമ്മുടെ റോഡ് സൈഡാണല്ലോ വീട്, അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി. ഇപ്പോൾ ഈ ഒരു ടൈമിലൊന്നും അധികം വണ്ടിയൊന്നും പോയില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവളുടെ കൂടെ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നോക്കി നടന്ന് പോയിട്ട് അതിൻ്റെ പൂവൊക്കെ പിച്ച് പറിക്കും തോന്നുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൗണ്ട് കൂടി വരുന്നുണ്ടല്ലോ കീന്ന്. അപ്പോൾ ഇങ്ങനെ നടന്ന് വരും. അപ്പോൾ നമ്മുടെ പൂച്ചെടീൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുറച്ച് കാടൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് പറിച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേയൊക്കെ ഞാൻ പറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടെന്നാലും ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് പറിച്ചെടുത്ത് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നതാണ് നല്ല ഭംഗിയായിരിക്കുമല്ലോ കാടൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതൊന്ന് പറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൗണ്ട് ഇടയിൽ കൂടെ കേൾക്കുന്നുണ്ടാവും. എന്തായാലും വലിയ അലമ്പില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പൂവൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ മെലസ്റ്റോമയുടെ ആ ഒരു ഫ്ലവർ പോലെ തന്നെയാണ്. കാരണം വിരിഞ്ഞാലും കുറേ ദിവസം ആ ഫ്ലവർ ഉണ്ടാവും. നല്ല കളറും നല്ല ഭംഗിയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ കാട് പറിക്കലൊക്കെ നന്നായിട്ട് ഞാൻ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഞാൻ പറിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ ആവണിക്കുട്ടി അതേപോലത്തെ വഴി ഇങ്ങനെ നടക്കുക തന്നെയായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നല്ല ഒതുങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പരിപാടി നന്നായിട്ട് തന്നെ നടന്നു. എവിടെ പോവാ പൊന്ന? റോട്ടിൽ കയറണ്ടായിരുന്നു. അവളുടെ ഈ നടത്തവും കളിയും ചിരിയൊക്കെ കാണുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര ഹാപ്പിയാണേ. അവിടെ പൊന്നെ എന്താ പരിപാടി? പുത്തൻ ചെരുപ്പാണോ ഇത്? ഇത് പുത്തൻ ചെരുപ്പാണോ വാവേ? അവിടെ പൊന്നിന് പുതിയ ചെരുപ്പ് കിട്ടിയോ? സ്വത്തേ ഹായ്. ആ അമ്മ കണ്ടു. ഭംഗിയുണ്ട്. സുന്ദരി കുട്ടിയാട്ടോ. അവിടെ സുന്ദരി വാവേണേ ഉമ്മ. അപ്പൊ കുറെ നടക്കുമ്പോ ഇത് നമുക്ക് പതിവുള്ള കാര്യം തന്നെയാണ് ഗൈസ്. എവിടെയാന്നൊന്നും പറയാൻ പറ്റില്ല. നിപ്പിൽ എപ്പോ വേണമെന്നുണ്ടെങ്കിലും ആള് ഇതേപോലെ മറിഞ്ഞു വീഴും. അങ്ങനെ ചെരുപ്പിട്ട് സന്തോഷത്തിൽ ഞാനും ആവണിക്കുട്ടി കൊണ്ട് കുറേ നേരം നടന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ആളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ കൂടെ നടന്നപ്പോഴാണ് ഗൈസ് ഇവിടെ ഒരാൾ വിളവെടുക്കാൻ പ്രായമായി നിൽക്കുന്നുണ്ട്. അതാ വള്ളിയിൽ തൂങ്ങി ആടി നിൽക്കുന്ന ഒരാളെ കണ്ടത് നമ്മുടെ കുമ്പളങ്ങിയാണേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ മൂത്ത് വിളഞ്ഞ് വിളവെടുക്കാൻ പ്രായമായി നിൽക്കുവാണേ. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങി നമുക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുമ്പളങ്ങിയിൽ നിന്ന് വിത്തെടുത്തിട്ട് നമ്മൾ നട്ടതാണ്. അപ്പോൾ അന്ന് നടുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇത് ഉണ്ടാവുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ ഒന്ന് നട്ട് നോക്കിയാണേ. എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു കുമ്പളങ്ങ മാത്രമല്ല കേട്ടോ, നമുക്ക് ഒരു 3-4 പൂവൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയ കുമ്പളങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പിടിക്കുമെന്ന് ഉറപ്പില്ല, എന്തായാലും നമുക്ക് നോക്കാം. ഇതിലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ജൈവവളം തന്നെയാണ്. ആട്ടിൻകാഷ്ടവും ചാണകപ്പൊടിയും അതുപോലെ നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.